കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിലിൻ്റെ വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെ വീടുമെല്ലാം ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിൻ്റെയും അതുപോലെ തന്നെ റിയാസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയക്കാരുടെയും വീടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെൻറ് നിലപാടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ റിയാസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിൻ്റെയും അവരുമായി ബന്ധപ്പെട്ട പരിചയക്കാരുടെയും എല്ലാം വീട്, അവരുടെ താമസ സ്ഥലം ഇന്ന് രാവിലെ മുതലേ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഇഡിയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടി സഖാക്കളുടെ അടുത്ത് ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും എല്ലാം വീട് റെയ്ഡ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ ഇഡി രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലപാടിനെ അതിശക്തിയായിട്ട് കേരളം എതിർക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം.